ലൈവിൽ പൊരിഞ്ഞ അടിയായിരുന്നു, ഭയങ്കര വഴക്കായിരുന്നു. നൂറ പറയാണ്, ഏത് കണ്ടസ്റ്റൻ്റ് ആയാലും എന്ത് തേങ്ങാക്കൊല ആയാലും എല്ലാവരോടും ഒരുപോലെ നിൽക്കുക, അല്ലെങ്കിൽ നിൽക്കാൻ പോകരുത്. അനുമോള് പറയുന്നത് അത് എൻ്റെ ഇഷ്ടമാണ്. അതില പറയുന്നത് നിൻ്റെ ഇഷ്ടമാണെങ്കിൽ അതിവിടെ ചോദ്യം ചെയ്യപ്പെടും, അത് സഹിച്ച് നിൽക്കണമെന്ന്. അനുമോള് പറയുന്നത് അതിനുള്ളത് ഞാൻ കൊടുത്തോളാമെന്ന്. ആർക്കുള്ളത് കൊടുക്കാമെന്ന്. അപ്പം നിവിൻ തന്നെ പറയുന്നത് നിവിനുള്ളത്. നോ പ്രോബ്ലം, ബൈ, ഫേക്ക് ഗെയിം എന്നും പറഞ്ഞ് നിവിൻ പോകുന്നു. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാനാ, എന്നിട്ട് എനിക്ക് യോഗ്യതയില്ലെന്ന് അവളെങ്ങനെ പറയുന്നതെന്ന് ഷാനവാസ് ചോദിക്കുന്നത്. കിച്ചൺ ക്യാപ്റ്റനായിട്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങളെന്ന് അക്ബർ. എനിക്കതാ മനസ്സിലാവാത്ത, പിന്നെ എന്തുകൊണ്ട് എനിക്ക് യോഗ്യതയില്ലെന്ന് അവൾ പറയണം? ആ ഒരു ഉത്തരവാദിത്വം പോലും എനിക്കില്ല. വീണ്ടും വീണ്ടും ഷാനവാസ് പറയുന്നത് എനിക്ക് യോഗ്യതയില്ലെന്ന് പറയേണ്ട കാര്യം എന്താ അവള്? എനിക്ക് യോഗ്യതയില്ലെന്ന് പറയേണ്ട കാര്യം എന്താ അവള്? അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് അക്ബർ. അവൾ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് കുറേ നേരമായിട്ട് ഭക്ഷണം ഉണ്ടാക്കിയതിനെ ചൊല്ലിയുള്ള വഴക്ക് തുടങ്ങുന്നതാണ്. അവസാനം ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞിട്ട് എല്ലാവരും ലിവിങ് റൂമിൽ വന്നിരിക്കുകയായിരുന്നു. അവിടെയും ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അപ്പം ലാസ്റ്റ് ബിഗ് ബോസ് പറയുന്നു എല്ലാവരും ശാന്തരായി പിരിഞ്ഞു പോകുമെന്ന് പറയുന്നു. അനുമോള് പോകാൻ നേരം ക്യാപ്റ്റനോട് പറയുന്നു, ക്യാപ്റ്റൻ ഇനി ഞാൻ കുക്ക് ചെയ്യാൻ കയറില്ല എന്ന്. അനു തോൽപ്പിച്ച് കഴിഞ്ഞാൽ തോൽക്കാനുള്ളവരല്ല ഞങ്ങളെന്ന് ഷാനവാസ് പറയുന്നു. അല്ല, നിങ്ങൾക്ക് ഒരുപാട് പേരുണ്ട്, നിങ്ങൾ ആരെങ്കിലും കുക്ക് ചെയ്യുകയോ, ഞാൻ ഇനി കയറത്തില്ലെന്നാണ് പറഞ്ഞിരുന്നു. ഇതായിരിക്കുന്നു വലിയൊരു ഷെഫ്. അപ്പം നിവിൻ പറയുന്നത് ക്യാപ്റ്റൻ ഞാൻ കുക്ക് ചെയ്തോളാമെന്ന്. ഇനി ഞാൻ ഇവിടുന്ന് പോകുന്നത് വരെ കുക്ക് ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് അനു റൂമിലോട്ട് പോവുകയാണ്. അവൾ തോൽപ്പിച്ചാൽ നമ്മൾ തോക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് ചെയ്യാം, നമ്മൾ ചെയ്യും കുക്കിങ് എന്ന് ഷാനവാസ് നിവിനോട് പറയും. അവളെ മാറ്റിയേക്കാമെന്ന് സാബുമോൻ പറയുന്നു. നിവിൻ അക്ബറിനോട് ചെന്നിട്ട് പറയാണ് ഇവളെ ഞാൻ വലിച്ച് കീറുവടാന്ന്. ഇപ്പം ആര്യനും അക്ബറും നിവിനും എല്ലാം ഒരു കെട്ടായി. ആര്യനും അക്ബറും കൂടെ ചേർന്നാണ് കുക്ക് ചെയ്യാൻ വന്നത്. എന്നിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നിവിൻ എഴുന്നേറ്റ് വരുന്നത്. നിവിൻ അത് കൊളുത്തി വിട്ടെന്ന് നിവിൻ തന്നെ പറയുകയാണ്, എല്ലാവർക്കും കൊളുത്തി വിട്ട്, അപ്പം തന്നെ ഞാൻ കൊളുത്തിയെന്ന്. ആര്യനും അക്ബറും കൂടെ ആണ് ഇത് ഇത്രയും വിശക്കുന്നെന്ന് പറഞ്ഞ് വയറ് വിശക്കുന്നെന്ന് പറഞ്ഞിട്ടാണ് അനുമോള് വന്ന് ഉണ്ടാക്കാനും ഹെൽപ്പ് ചെയ്യാനും ഒക്കെ നിന്നത്. എല്ലാവർക്കും ഫുഡും ഉണ്ടാക്കി, അത് ഉണർന്നിരിക്കുന്നവർക്ക് ഉണ്ടാക്കാനും തയ്യാറായി. പക്ഷെ അവസാനം വന്നപ്പോൾ കുറ്റം മൊത്തം അനുമോൾക്ക് മാത്രമായി. അനുമോള് പോയി കിടക്കുന്നു. അപ്പം ലൈവ് അപ്ഡേറ്റിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം.